ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കേണൽ ഡിന്നി കൂടി തത്സമയം ചേരുന്നുണ്ട്. കേണൽ, വളരെ ദിവസം ഇപ്പോൾ ഈ രണ്ടുപേരും പറഞ്ഞ ലിൻഡോയും അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞതുപോലെ 8 ദിവസമാകുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു അല്ലാത്തൊരു പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കുടുംബത്തിന് ഒരു എന്തെങ്കിലും ഒരു നേരിയ ആശ്വാസം തിരികെ കിട്ടി എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും വരണമെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ കരുതുന്ന ഒരു ഫലത്തിലേക്ക് വരണം. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു സൂചനയുമില്ല. എങ്ങനെയാണ് ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിശോധന? അവിടെ കുമ്പാരം കൂടി കിടക്കുന്ന മണ്ണാണ്, അതായത് നദിയുടെ മധ്യഭാഗം കഴിഞ്ഞാണ് ഈ മണ്ണ് എത്തിയിരിക്കുന്നത്. എന്നിട്ടും കൂന പോലെ കിടക്കുന്നതിൽ എത്ര ഫോഴ്സിലാണ് അത് വന്നതെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിനുള്ളിൽ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് തുരന്ന് കണ്ടെത്തുക എന്നൊക്കെ എത്ര സമയം കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമാണ്? ശ്രീ ദേവേഷ് ശരിയാണ് പറഞ്ഞത്. കാരണം 8 ദിവസമായിട്ടും നമുക്ക് ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ, അതായത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ ഇതുവരെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് കരയിൽ ഇപ്പൊ ആ ട്രക്ക് ഇല്ല എന്നുള്ള ഒരു ഏകദേശം നമ്മളെല്ലാവരും ഉറപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഇനി അടുത്ത പുഴയിലേക്കുള്ള ഒരു സെർച്ച് ഇന്ന് രാവിലെ തൊട്ട് അവിടെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആ കാലാവസ്ഥ അവിടെ വളരെ മോശമാണ്. അതുപോലെ തന്നെ ആ പുഴയിൽ ഇപ്പം ധാരാളം കറണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഏകദേശം ഒരു 8-9 നോട്ട്സ് അത്രയും സ്പീഡിലുള്ള ഒഴുക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഈ നേവൽ ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പൊ ആ ബോട്ടിൽ പോയിട്ട് ആ നേവൽ ഡൈവേഴ്സ് അവരുടെ സിലിണ്ടർ ഒക്കെ വെച്ച് ഇറങ്ങുമ്പോൾ അവർ നേരെ താഴോട്ടാണ് ഇറങ്ങേണ്ടുള്ളത്. പക്ഷെ ഈ ഒഴുക്ക് കാരണം അവർ 10-15 മീറ്ററോളം ഒഴുകി പോയിട്ടാണ് അവർ എത്തേണ്ട സ്ഥലത്ത് നിന്ന് ഈ 10-15 മീറ്ററാണ് ഒഴുകിപ്പോയാണ് അവർക്ക് പോകാൻ സാധിക്കുക. അത്രയും സ്പീഡായിട്ടാണ് ആ ഫ്ലോ ഓഫ് വാട്ടർ പറ്റുന്നത്. ഇപ്പൊ അവരുടെ ഒരു ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സോണാർ എക്യുപ്മെന്റ് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചില ഒരു ഗ്രാഫ് പോലത്തെ കാര്യമാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് അവർ ഏതെങ്കിലും ആ ഒരു ട്രക്കോ അല്ല മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് താഴോട്ട് ഡൈവേഴ്സിനെ വിടുന്നത്. പക്ഷെ ഇപ്പം അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അവർ പറയുന്നത്, അതായത് ധാരാളം ഈ ഡെബ്രി വന്ന് താഴെ കിടപ്പുണ്ട്. അതിനകത്ത് ഈ ചായക്കട അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് പോള്, മരങ്ങൾ, ഇതെല്ലാം വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ സോനാറിൽ ഇത് ട്രക്കാണോ എന്താണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ആ സിഗ്നലിലേക്ക് അവർ നേരിട്ട് താഴോട്ട് ആ വെർട്ടിക്കലായിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷെ ഈ അണ്ടർ കറന്റ് കാരണം അവരെവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് മാറി 10 മീറ്ററോളം മാറിയാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രയോജനം ഇല്ലാത്തൊരു രീതിയിലാണ്. അതുപോലെ തന്നെ അവരുടെ ആ ലൈഫും റിസ്കിലാണ്. കാരണം അവർ ആ ഒരു സേഫ്റ്റി നോബുമായിട്ട് പോകുമ്പോൾ താഴെ ഇതുപോലെ മരങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനായിട്ട് അത് കുരുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ രക്ഷപ്പെടാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഇപ്പം ഇന്ന് അതുപോലെ തന്നെ മൂന്നാമത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വെള്ളത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ നേരിട്ട് വിഷ്വൽസിൽ കാണുന്നതാണ്. അതൊരു ഒരു ചോപ്പ് കളർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്രയും ചെളി നിറഞ്ഞിട്ടുള്ള വെള്ളമാണ്. അപ്പൊ ഈ ഡൈവേഴ്സിന് പോയാലും അവർക്ക് വിഷ്വലായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ ചാലഞ്ചസ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം പ്രതീക്ഷയോടെ നിൽക്കുകയാണെങ്കിൽ തന്നെയും ഈ പ്രകൃതി എന്ന് എനിക്കൊന്ന് ശ്രീ ദേവേശം ഇന്നലെ പറയുന്ന ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതിൽ നമുക്ക് എത്രമാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ വന്നത്. അതായത് ഇപ്പൊ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ വരുന്നതും അങ്ങനെയൊക്കെയുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട് അവിടെ. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം വേറെ ഒന്നും അച്ഛനെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം. ഇതിൻ്റെ മറ്റൊരു വശമുണ്ടല്ലോ, ഇത് എത്ര സമയം ഇങ്ങനെ സേനയ്ക്ക് ഇത്തരം ദൗത്യങ്ങൾ തുടരാൻ കഴിയും? അതിലൊരു തീരുമാനമെടുക്കുന്നത് നമ്മളൊരു അവ്യക്തത ഇതിലുണ്ടല്ലോ. കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനമൊക്കെ സേനയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുണ്ടാവുക? ശ്രീ ദേവേഷ്, ഇതിന്റെ അതായത് സാധ്യതയുള്ള എല്ലാ മേഖലകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധ്യതയുള്ള രീതിയിലേക്ക് എല്ലാ രീതിയിലും ചെക്ക് ചെയ്തു അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ, എന്നിട്ടും ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴൊരു അവരൊരു ഡിസിഷൻ എടുക്കും. അതായത് ഇത് തുടർന്നുകൊണ്ട് പോകേണ്ട എത്ര ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഡേ ടു ഡേ ബേസിസിൽ അവർ ഒരു ഇൻഫർമേഷൻ എടുക്കും. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഒരു പ്ലാനിങ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അവർക്കൊരു ടാർഗറ്റ് കാണും. അതായത് പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം കരയുടെ ഭാഗം ഓൾമോസ്റ്റ് ക്ലിയർ ആയി. ഇനി കരയും പുഴയുടെ ഇടയ്ക്കുള്ള നേരത്തെ അവിടുത്തെ റിപ്പോർട്ടർ ഇന്റർവ്യൂ ചെയ്ത് അദ്ദേഹം പറയുന്ന പോലെ ആ ഏരിയയിലും കൂടെ ഇന്ന് സെർച്ച് ചെയ്യാണ്. അപ്പൊ അവിടെയും ഇല്ല എന്നുള്ളതാണെങ്കിൽ
പിന്നെ പൂർണ്ണമായിട്ട് പുഴയിലായിരിക്കും. അപ്പൊ പുഴയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കരസേനയ്ക്ക് വലിയ റോളില്ല, അവിടെ നേവി ആയിരിക്കും ലീഡ് ഏജൻസി. അപ്പൊ നേവിക്ക് പിന്നെ അത്രമാത്രം സെർച്ച് ചെയ്യാൻ ഉള്ള എക്വിപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് അവർക്ക് അത് ചെയ്യാൻ, അതായത് റീസണബിളി അവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും കിട്ടുന്നില്ലെങ്കിൽ നാച്ചുറലി പിന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അവർക്ക്. പക്ഷെ എന്നാലും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള മാക്സിമം ചെയ്തിട്ട് മാത്രമേ സാധാരണ അങ്ങനെ മാറാറുള്ളൂ. 99% ഇന്നവരെ കണ്ടിട്ടുള്ള 99% അവർ എന്തെങ്കിലും ഒരു ഇല്ല, ഈ കുടുംബത്തിന് നമ്മൾ പറയുന്ന പോലെ ഒരു ക്ലോഷർ, ആ കുടുംബത്തിന് ഒരു അറിവ് വേണം എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പൊ അതറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തും തന്നെയാണ് എന്റെ ഇപ്പോഴത്തെയും വിശ്വാസം. പക്ഷെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച്, കാരണം ഇതൊന്നും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. നമുക്ക് ഈ സൈന്യത്തിന്റെയും അവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ അത് വിട്ടിട്ടാണല്ലോ അവർ ഈ ഇതിലേക്ക് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു വലിയൊരു ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ടൈം അല്ല. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നില്ലെങ്കിൽ നാച്ചുറലി അപ്പോഴൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഷെഡിനി, ഇതിൽ ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു പ്രധാന പ്രശ്നം മലയാളികളെ അവിടെ മലയാളി സന്നദ്ധ പ്രവർത്തകരെ രക്ഷാദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ള വിലക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് 25 പേർക്ക് പ്രവേശനം അനുവദിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഈ നദിയുടെ ഒഴുക്ക് തന്നെ അറിയാം. ഇപ്പം അങ്ങനെ പറഞ്ഞ പോലെ അവർ മുങ്ങിയാൽ ഉദ്ദേശിക്കുന്നതിനും മീറ്ററുകൾക്ക് അപ്പുറത്തേ അവർക്ക് എത്താൻ കഴിയുന്നുള്ളൂ, അതിൻ്റെ പരിശോധന നടത്താൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളെതിരെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. റോഡ് ഏകദേശമൊക്കെ ക്ലിയറായ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. കുറച്ച് ഭാഗങ്ങളാണ് മണ്ണ് ഇപ്പോഴും അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഷെഡിനി, ഞാൻ പറഞ്ഞു വന്നത്, കാരണം ഇപ്പോൾ നദിയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ അത്രയേറെ അനുഭവജ്ഞാനം ഇല്ലാത്തവർ ഇറങ്ങിയാൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തലാകും. അപ്പോൾ ഈ സിവിലിയൻ സംഘങ്ങളെ നേവിയുടെയോ അല്ലെങ്കിൽ ആർമിയുടെയൊക്കെ ഓപ്പറേഷനുമായി ഇത്തരം ദൗത്യങ്ങളുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലുള്ള അതിനും ഒരു പ്രോട്ടോകോൾ ഉണ്ടാവില്ലേ? അതിൻ്റെയൊക്കെ ബാധകമാണോ ഇപ്പോൾ അവിടെ എടുക്കുന്ന പല തീരുമാനങ്ങൾ? തീർച്ചയായിട്ടും ശ്രീ ദേവേഷ്, നമ്മൾ അതിന്റെ ഒരു SOP ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുകയാണെങ്കിൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം ഇറങ്ങുന്നത് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അവരാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പൊ അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആപത് മിത്ര എന്നൊക്കെ പറഞ്ഞ് ആളുകളെ എല്ലാവരെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഐ തിങ്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ NDRFന്റെ കീഴിൽ തന്നെ ഉണ്ട്. അപ്പൊ ധാരാളം യുവാക്കളെയും NCC മറ്റുള്ള കുട്ടികളെയും ഒക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ആദ്യം അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ NDRFും മറ്റ് ഏജൻസീസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ലിമിറ്റഡ് റോളേ ഉള്ളൂ. കാരണം ഇവർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷന് അവര് ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഏജൻസീസ് വരുമ്പോൾ അവർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള റിസോഴ്സസും മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ കീഴിലാണ് വരുന്നത്. അപ്പം ധാരാളം ആളുകൾ ചെന്നുകൊണ്ട് അവരുടെ ഈ ഉദ്ദേശശുദ്ധിയൊക്കെ ഞാനും മാനിക്കുന്നുണ്ട്, കറക്റ്റാണ്, ആ ഒരു മനസ്സുകൊണ്ടാണ് അവരെല്ലാം പോകുന്നത്. പക്ഷെ ഈ പ്രശ്നം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഏരിയ ആണ്, ഇത് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ്. നമുക്കറിയാം അവിടെ നിൽക്കുമ്പോൾ തന്നെ എത്രമാത്രം വെള്ളമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നത്. അപ്പൊ ഓൾറെഡി ലാൻഡ് സ്ലൈഡ് നടന്ന ഒരു ഏരിയയിൽ വീണ്ടും ആളുകൾ താഴെ നിൽക്കുകയാണെങ്കിൽ, അഥവാ അവിടെ വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് വലിയൊരു അപകടം നടക്കും. അപ്പൊ ഈ രക്ഷിക്കാൻ പോയവരെ പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനിലേക്കൊക്കെ മാറും. അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരൊക്കെ ഈ ഇനീഷ്യൽ ആയിട്ടുള്ള ചെയ്തതിന്റെ ഒരു റോൾ അവർക്കുണ്ട്. അത് കഴിഞ്ഞാൽ ഈ വന്നവരെ അവരെ ടാസ്ക് ചെയ്യാൻ വേണ്ടി വിടുക. അഥവാ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അഡീഷണൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ, വല്ലതും വേണമെങ്കിൽ, അത് അപ്പോഴത്തെ കാര്യമാണ്. പക്ഷെ കഴിയുന്നതും ഇതിനകത്ത് ഇന്റർഫെയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞ പോലെ പുഴയിലേക്ക് ഒരിക്കലും പോകരുത്. അതെ, ഔദ്യോഗികമായ രീതിയിൽ സൈന്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നതാണ്. അല്ലാതെ അവരുടെ ദൗത്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് മന്ദീഭവിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ പുറമേ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നേവിയുടെ അവിടെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കനത്ത മഴ, അതിപ്പോൾ ഇനിയും 2-3 ദിവസങ്ങളൊക്കെ മഴ തുടരാനാണ് സാധ്യം. ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി മാറും പെട്ടെന്ന് എന്ന് കരുതാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ നേവിക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താകും? ശ്രീ ദേവേഷ്, എനിക്ക് തോന്നുന്നു അവര് ഇതിന്റെ ഇടയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും വെതർ ഓപ്പൺ അപ്പ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കണ്ടീഷൻസ് അനുകൂലമാണെങ്കിൽ അവർ അപ്പോഴും സെർച്ച് കണ്ടിന്യൂ തന്നെ ചെയ്യും. അത് ഇപ്പൊ നിർത്താൻ പോകുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള സെർച്ച് നടത്തണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ അതൊന്ന് കുറയും, അല്ലെങ്കിൽ കാലാവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെട്ടാവണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വേറെ കുറച്ചും കൂടെ എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിസിൽ ഓപ്പറേഷൻ കണ്ടിന്യൂ തന്നെ ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം നേവി, ഞാൻ ഇന്ന് അവരുടെ ഒരു ഇത് കേൾക്കുകയായിരുന്നു. അതായത് നേവിയെ 16-ാം തീയതി ഈ വിഷയം നടന്നപ്പം അവരെ വിളിച്ചിട്ട് ആദ്യം അവർ ഈ കണ്ടെയ്നർ കണ്ടില്ല എന്നുള്ള, അതായത് പുഴയിലേക്ക് കണ്ടെയ്നർ പോയിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടെത്താനായിരുന്നു അവരെ ആദ്യം വിളിച്ചത്, ഡൈവേഴ്സിനെ. 19-ാം തീയതിയാണ് ആക്ച്വലി അർജുന്റെ ട്രക്കിന് വേണ്ടിയുള്ള അവരുടെ അടുത്ത് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ 19-ാം തീയതിയാണ് പറഞ്ഞത് ഈ ട്രക്കിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പൊ അവര് ധാരാളം ഒരു 3 ദിവസം 4-ാമത്തെ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം അത് അത്രയും വിശാലമായിട്ടുള്ള പുഴയുടെ മൊത്തം ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആൻഡ് തീർച്ചയായിട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട് ശ്രീ ദിവേഷ്. നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ് നമുക്ക് ഇപ്പോഴും